ഹലോ. തസ്ലീമ നസ്റിൻ എന്ന ബംഗ്ലാദേശി എഴുത്തുകാരിയെക്കുറിച്ചും അവരുടെ ലജ്ജ എന്ന ബംഗാളി നോവലിനെ കുറിച്ചുമാണ് ഞാനിന്ന് പറയുന്നത്. 1993 ലജ്ജ എന്ന നോവൽ പുറത്തിറങ്ങിയത്. ആരാണ് തസ്ലിമ നസ്റിൻ? ഒരു ബംഗ്ലാദേശി എഴുത്തുകാരിയാണ് തസ്ലിമ നസ്റിൻ. മൈമൻ സിംഗിലെ ഡോക്ടർ റജബ് അലിയുടെയും എഡുളറയുടെയും മകളാണ് തസ്ലിമ. 1976 ഹൈസ്കൂളും 1978 കോളേജിൽ ഹയർ സെക്കൻഡറി പഠനവും പൂർത്തിയാക്കിയ ശേഷം ധാക്ക സർവകലാശാലയുടെ അനുബന്ധ മെഡിക്കൽ കോളേജായ മൈമൻ സിംഗ് മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിൻ പഠിക്കുകയും 1984 MBBS ബിരുദം നേടുകയും ചെയ്തു തസ്ലീമ. കോളേജിൽ പഠിക്കുമ്പോൾ തസ്ലീമ ഷെഞ്ചുതി എന്ന കവിതാ ജേണൽ എഴുതുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തു. ബിരുദാനന്തരം മൈമൻ സിംഗിലെ ഒരു കുടുംബാസൂത്രണ ക്ലിനിക്കിൽ ജോലി ചെയ്തു. തുടർന്ന് മിഡ്ഫോർട്ട് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലും ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗത്തിലും പ്രാക്ടീസ് ചെയ്തു. വൈദ്യശാസ്ത്രം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളെ അവർ കണ്ടു. പ്രസവമുറിയിൽ സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ നിരാശയോടെ നിലവിളിക്കുന്നത് അവർ കേട്ടു. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അവർ കാലക്രമേണ നിരീശ്വരവാദിയായി. എഴുത്തിനിടയിൽ അവർ ഒരു ഫെമിനിസ്റ്റ് സമീപനം സ്വീകരിച്ചു. സാഹിത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ നസ്റിൻ പ്രധാനമായും കവിതകൾ എഴുതുകയും 1982 1993 ഇടയിൽ അരഡസൻ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പലപ്പോഴും സ്ത്രീ പീഡനത്തെ ഒരു പ്രമേയമാക്കി. ലജ്ജ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് 3 ഉപന്യാസ സമാഹാരങ്ങളും 4 നോവലുകളും നിർമ്മിച്ചു. അതിൽ ഇസ്ലാമിക വിമർശനാത്മകമായി പരിശോധിച്ചതിനും സ്ത്രീ സമന്വയത്തിനുമായുള്ള ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റാൻ കൂടെ നിന്നതിനും നിരവധി ശാരീരിക ആക്രമണങ്ങൾക്ക് അവർ ഇരയാവുകയും തൂക്കിക്കൊല്ലൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുകയും ചെയ്തു. 2 മാസം ഒളിവിൽ കഴിഞ്ഞ ശേഷം 1994 അവസാനം അവർ സ്വീഡനിലേക്ക് രക്ഷപ്പെട്ടു. തൽഫലമായി അവരുടെ വൈദ്യശാസ്ത്രം നിർത്തേണ്ടി വന്നു. മുഴുവൻ സമയവും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായി. മാതാപിതാക്കളെ സന്ദർശിക്കാൻ നാട്ടിലേക്ക് മടങ്ങാൻ അവർക്ക് ഒരിക്കലും ബംഗ്ലാദേശി പാസ്പോർട്ട് അനുമതി കൊടുത്തില്ല. ബംഗ്ലാദേശിലും ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിലും ലജ്ജ എന്ന നോവൽ നിരോധിക്കപ്പെട്ടു. ഇതിന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്ന് ലഭിച്ച വധഭീഷണികൾ മൂലമാണ് തസ്ലീമയ്ക്ക് ബംഗ്ലാദേശ് വിടേണ്ടി വന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങൾക്കാണ് തസ്ലീമ ലജ്ജ എന്ന നോവൽ സമർപ്പിച്ചിരിക്കുന്നത്. 1992 ബാബറി മസ്ജിദ് തകർത്ത സംഭവവും അതേ തുടർന്നുണ്ടായ വർഗീയ കലാപവുമാണ് നോവലിന്റെ ഇതിവൃത്തം. പ്രസിദ്ധീകരണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഇതിന്റെ 1,00,000 കോപ്പികൾ വിറ്റുപോവുകയുണ്ടായി. മലയാളം ഉൾപ്പെടെ പല ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വധഭീഷണിയെ തുടർന്ന് 1994 തസ്ലീമ ബംഗ്ലാദേശ് വിട്ടത്. സ്വീഡിഷ് പൗരത്വമുള്ള അവർ 20 വർഷമായി US-ലും യൂറോപ്പിലും ഇന്ത്യയിലുമാണ് കഴിഞ്ഞിരുന്നത്. സ്ത്രീപക്ഷ പ്രവർത്തകയും മനുഷ്യ അവകാശ പ്രവർത്തക എന്നീ നിലകളിലും തസ്ലീമ പ്രശസ്തയായി. ലജ്ജ എന്ന നോവൽ തസ്ലീമയെ മതമൗലികവാദികളുടെ നോട്ടപ്പുള്ളിയാക്കി. 1994 മുതൽ വിവിധ രാജ്യങ്ങളിൽ കഴിഞ്ഞു വന്ന തസ്ലീമയ്ക്ക് 2004 ഇന്ത്യ താമസം അനുവദിച്ചിരുന്നു. ഇത് ഇടയ്ക്കിടെ കേന്ദ്ര സർക്കാർ പുതുക്കി നൽകിയിരുന്നുവെങ്കിലും 2008 മുസ്ലിം സംഘടനകളുടെ വധഭീഷണിയെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇവരെ വീട്ടുതടങ്കലിൽ വെച്ചു. തുടർന്ന് വിദേശത്തേക്ക് പോയ അവർ 2011 ഇന്ത്യയിൽ തിരിച്ചെത്തി. ഡൽഹിയിലെ രഹസ്യ കേന്ദ്രത്തിൽ പോലീസ് സംരക്ഷണയിലായിരുന്നു തസ്ലീമയുടെ താമസം. 2014 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ താമസാനുമതി കേന്ദ്ര സർക്കാർ റദ്ദാക്കി. 2 മാസത്തെ ടൂറിസ്റ്റ് വിസ മാത്രം തസ്ലീമയ്ക്ക് നൽകാൻ തീരുമാനിച്ചു. 2015 ഓഗസ്റ്റ് 6 വരെ വിസയ്ക്ക് കാലാവധി ഉണ്ടായിരിക്കെ 2015 അമേരിക്കയിലേക്ക് താമസം മാറി. അൽ ഖ്വയ്ദ ബന്ധമുള്ള ബംഗ്ലാദേശിലെ മതമൗലിക ശക്തികളുടെ ഭീഷണി കണക്കിലെടുത്തായിരുന്നു ഇത്. ലജ്ജ എന്ന വാക്കിന്റെ അർത്ഥം ഷെയിം എന്നാണ്. 1992 ഡിസംബറിൽ ഇന്ത്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം നടന്ന ബംഗാളി ഹിന്ദുക്കളുടെ മേൽ അക്രമം, ബലാത്സംഗം, കൊള്ള, കൊലപാതകങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ലജ്ജ എന്ന പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. മതത്തിന്റെ മറ്റൊരു പേരാകട്ടെ മനുഷ്യത്വം എന്ന വാക്കുകളോടെയാണ് നസ്റിൻ പുസ്തകം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചത്. നോവലിന് മുമ്പ് ഒരാമുഖവും സംഭവങ്ങളുടെ കാലഗണനയും ഉണ്ട്.
വർഗീയ വികാരങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷം അടിച്ചമർത്തപ്പെട്ടുവെന്നും മതേതരത്വ നിഴലിലാണെന്നും പുസ്തകം സൂക്ഷ്മമായി സൂചിപ്പിക്കുന്നു. ഫ്രഞ്ച്, ഡച്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഇറ്റാലിയൻ, സ്വീഡിഷ്, നോർവീജിയൻ, ഫിനിഷ്, ഐസ്ലാൻഡിക്, പേർഷ്യൻ, അറബിക്, ആസാമീസ്, കന്നഡ, ഹിന്ദി, ഗുജറാത്തി, തമിഴ്, തെലുങ്ക്, മലയാളം, സിംഹളീസ് തുടങ്ങി നിരവധി ഭാഷകളിലേക്ക് ലജ്ജ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.